തൊടുപുഴയിൽ 4.5 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് തടവ് ശിക്ഷ. ഒന്നാം പ്രതി ഷെരീഫിന് 7 വർഷം തടവ്. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2013 ജൂലൈയിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. സന്ദീപ് രാജാക്കാടുണ്ട് വിശദാംശങ്ങളുമായി. സന്ദീപ്, ഇപ്പോൾ 7 വർഷം തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തൊക്കെ നിരീക്ഷണങ്ങളോടെയാണ് കോടതിയുടെ ശിക്ഷ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള ഒരു വിധി പ്രസ്താവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധിയായിട്ടുള്ള വാദമുഖങ്ങൾ പ്രതിഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ പോലും അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ പ്രോസിക്യൂഷൻ വാദങ്ങൾ, മുന്നോട്ട് വെച്ചിരുന്ന വാദങ്ങൾ, ഇല്ലെങ്കിൽ ശക്തമായ ശിക്ഷ തന്നെ നൽകണം എന്ന വാദം അംഗീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. ഒന്നാം പ്രതിക്ക് 7 വർഷവും രണ്ടാം പ്രതിക്ക് 10 വർഷവും ഒപ്പം തന്നെ ഒന്നാം പ്രതി 50,000 രൂപ പിഴയും അടയ്ക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പിഴ അടയ്ക്കാൻ കഴിയുന്നില്ല എങ്കിൽ 1 വർഷം കൂടി അധിക തടവ് കൂടി അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 2013 നടന്ന ഒരു ക്രൂരകൃത്യത്തിന് ഇപ്പോഴാണ് 2024 വിധി പ്രസ്താവം ഉണ്ടാകുന്നത്. കോടതി 2021 വിചാരണ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഈ വിധി പ്രസ്താവത്തിന് മുമ്പായിട്ട് നടന്ന സമയത്ത് പ്രതിഭാഗത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഈ കുറ്റവിമുക്തനാക്കണം, ഇല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് കുട്ടികളുണ്ട്, അത്തരത്തിലുള്ള വാദമുഖങ്ങളൊക്കെ ഉന്നയിച്ചു എങ്കിൽ പോലും അതൊന്നും മുഖവിലേക്കെടുക്കുവാൻ, ഇല്ലെങ്കിൽ അതൊന്നും അംഗീകരിക്കുവാൻ കോടതി തയ്യാറായിരുന്നില്ല. കാരണം കൃത്യമായിട്ടുള്ള ഈ മെഡിക്കൽ തെളിവുകളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ എത്തിയിരുന്നത്. അത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്, ഒപ്പം തന്നെ ജഡ്ജി ഈ കുട്ടിയെ നേരിട്ട് സന്ദർശിക്കുന്ന സാഹചര്യം വരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ കൃത്യമായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരമൊരു വിധി പ്രസ്താവത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായിരുന്നാലും ശക്തമായ വിധി ഉണ്ടാകണം എന്ന ആവശ്യം, പ്രോസിക്യൂഷൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഒന്നാം പ്രതിക്ക് 7 വർഷവും രണ്ടാം പ്രതിക്ക് 10 വർഷവും ഒന്നാം പ്രതിയായിട്ടുള്ള ഈ 7 വർഷം ശിക്ഷ അനുഭവിക്കുന്നതിനൊപ്പം തന്നെ 50,000 രൂപ പിഴയും അത് അടയ്ക്കുന്നില്ല എങ്കിൽ 1 വർഷത്തെ തടവ് കൂടി കൂടുതൽ അനുഭവിക്കണം എന്നുള്ള ഒരു നിർണായകമായ വിധി പ്രസ്താവം ഇപ്പോൾ കോടതിയുടെ